തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പ്രചാരണം കൊഴുപ്പിച്ചു മുന്നണികൾ. സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമല്ലെങ്കിലും പ്രഖ്യാപിച്ച പ്രമുഖരെല്ലാം പ്രചാരണ രംഗത്ത് സജീവമായി. തലസ്ഥാന നഗരം പിടിക്കാൻ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു മുന്നണികൾ. ഭൂരിഭാഗം സീറ്റുകളിലും മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 101-ൽ 94 സ്ഥാനാർത്ഥികളെ UDF-ഉം 93 സ്ഥാനാർത്ഥികളെ LDF-ഉം പ്രഖ്യാപിച്ചു. 67 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടമെന്ന നിലയിൽ BJP പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. വികസന തുടർച്ചയാണ് LDF-ന്റെ പ്രചാരണ ആയുധം. ഉറപ്പാണ്, വികസനത്തിന്റെ തുടർച്ചയാണ് വാഗ്ദാനം. ജനങ്ങൾ മുഴുവൻ നെഞ്ചുതട്ടി പിടിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്ത് എത്തിയത് UDF ആണ്. അത് നേട്ടമാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇവിടെ ഒരു മാറ്റം വേണം, കോൺഗ്രസിലൂടെ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നൊരു വിശ്വാസം, ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. മുൻ DGP R ശ്രീലേഖ, കായിക താരം പത്മിനി തോമസ് തുടങ്ങിയ പ്രമുഖർക്കൊപ്പം VV രാജേഷ് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളെയും രംഗത്തിറക്കി BJP കളം നിറയുകയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉറപ്പു നൽകുന്നത് അഴിമതി രഹിത ഭരണം. സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കി നാളെയോടെ ബാക്കിയുള്ള മുഴുവൻ സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് മുന്നണികൾ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.